പ്രിയമുള്ള വിദ്യാർത്ഥികളെ, സെക്കൻഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ വർഷവും ഇതേ കാര്യം തന്നെ ഉണ്ടായിരുന്നു. അതായത് അലോട്ട്മെന്റിൽ നിന്ന്, മെറിറ്റ് കോട്ടയിൽ നിന്ന് പല വിദ്യാർത്ഥികളെയും പുറത്താക്കുന്ന ഒരു സിസ്റ്റം ഈ വർഷവും ഉണ്ട്. എന്താണ് ആ സിസ്റ്റം എന്ന് അറിയാത്തവർക്കുള്ള ഒരു വിശദീകരണമാണ് MS സൊല്യൂഷൻ ഈ ഒരു വീഡിയോയിലൂടെ കൊടുക്കുന്നത് കേട്ടോ. സോ തീർച്ചയായിട്ടും ഇത്തരം വിദ്യാഭ്യാസപരമായിട്ടുള്ള വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. സോ +1 സയൻസ് പഠിക്കണോ, കൊമേഴ്സ് പഠിക്കണോ, ഹ്യൂമാനിറ്റീസ് പഠിക്കണോ എന്നിപ്പോഴും ടെൻഷൻ അടിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷേ എനിക്ക് ഈ കോഴ്സ് തന്നെ വേണം, അല്ലെങ്കിൽ എനിക്ക് ഈ സ്കൂളിൽ ഈ കോഴ്സ് തന്നെ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു തിരിച്ചടിയാണ്. സെക്കൻഡ് അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടിയിട്ടില്ല. പക്ഷേ 80% കിട്ടിയ കുട്ടികളാണെങ്കിൽ പോലും അവരെ ഈ അലോട്ട്മെന്റുകളിൽ നിന്ന് പുറത്താക്കും. മാത്രമല്ല, സെക്കൻഡ് അലോട്ട്മെന്റിൽ മെറിറ്റ് കോട്ടയിൽ കിട്ടാത്ത കുട്ടിയെയും ഈ അലോട്ട്മെന്റുകളിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ്, ഏത് കുട്ടികളെയാണ് പുറത്താക്കുന്നത് എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നിർബന്ധമായിട്ടും വീഡിയോ അവസാനം വരെ കാണണേ ചെറുപ്പക്കാരി. സോ +1 സയൻസ് എടുത്ത് പഠിക്കാൻ MS സൊല്യൂഷൻസിന്റെ കൂടെ ഫുൾ A+ഓ ഫുൾ മാർക്കോ വാങ്ങി അല്ലെങ്കിൽ എൻട്രൻസോട് കൂടി പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ MS സൊല്യൂഷൻ സ്വന്തമായിട്ട് നടത്തുന്ന 2 ബാച്ചുകളുണ്ട്, ബെൻടൺ ബാച്ചും ന്യൂട്ടൺ ബാച്ചും. ആ 2 ബാച്ചിൽ ഏതെങ്കിലും ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വെറും 3999 രൂപയ്ക്കാണ് നമ്മൾ ബെൻടൺ ബാച്ചൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫുൾ A+ അഷ്യൂർഡ് ആയിട്ടുള്ള ബാച്ചാണ്. ഇനി എൻട്രൻസ് കൂടി വരികയാണെങ്കിൽ ന്യൂട്ടൺ ബാച്ച് എന്ന് പറയാ. സോ ഈ ബാച്ചുകളൊക്കെ ആണെങ്കിൽ താഴെ കാണുന്ന ഒരു മൊബൈൽ നമ്പർ വരുന്നുണ്ട്, 70 12 67 00 55. ആ മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കല്ലേ. വാട്സപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടിയ കാര്യങ്ങൾ ചോദിക്കുക. ഇനി നിങ്ങൾക്ക് മെറ്റീരിയൽസ് ആണ് വേണ്ടതെങ്കിൽ അത് ചോദിക്കുക കേട്ടോ. ഓക്കെ, സോ നിങ്ങളുടെ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ആദ്യം സർക്കുലറിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. കൃത്യമായി ശ്രദ്ധിച്ചോളൂ. രണ്ടാം അലോട്ട്മെന്റിനോടൊപ്പം കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ നടക്കുന്നതിനാൽ വിവിധ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത നേടുന്ന വിദ്യാർത്ഥികൾ അവർക്ക് ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തിരഞ്ഞെടുക്കേണ്ടതാണ്. പ്രവേശന നടപടികൾ ഒരേ കാലയളവിൽ നടക്കുന്നതിനാൽ ഏതെങ്കിലും ഒരു കോട്ടയിൽ പ്രവേശനം നേടിയാൽ മറ്റൊരു കോട്ടയിലേക്ക് പ്രവേശനം മാറ്റാൻ സാധിക്കുകയില്ല. എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്കൊരു സ്കൂള് കിട്ടിയിട്ടുണ്ടെന്ന് കൂട്ടുക. ഇതേ സമയത്ത് ജൂൺ 12-ാം തീയതി നാളെ തന്നെയാണ് കമ്മ്യൂണിറ്റി കോട്ടയുടെ അഡ്മിഷൻ നടക്കുന്നത്. സോ നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങൾക്ക് മറ്റൊരു സ്കൂൾ കിട്ടിയെന്ന് കൂട്ടുക. സോ നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ ചെന്ന് ജോയിൻ ചെയ്താൽ മെറിറ്റ് കോട്ടയിലുള്ള ഈ സീറ്റും പോകും. അലോട്ട്മെന്റിന്, തേർഡ് അലോട്ട്മെന്റിന് കാത്തിരിക്കാനൊന്നും പറ്റൂല. പിന്നെ ഓൾറെഡി നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ എവിടെയാണോ ജോയിൻ ചെയ്തത് ആ സ്കൂളിൽ 2 വർഷം നിങ്ങൾ പഠിക്കണം. പറഞ്ഞത് മനസ്സിലായോ? അതേ സമയത്ത് തന്നെ ഇനിയും കോട്ടകൾ, ഒരുപാട് കോട്ടകൾ നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ മെറിറ്റ് കോട്ടയിൽ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന സ്കൂൾ ഇപ്പോ കൊടുവള്ളി സ്കൂളാണ് കൂട്ടുക. ഓക്കെ, കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങൾക്ക് എവിടെ കിട്ടി ഇഷ്ടപ്പെട്ട മറ്റൊരു സ്കൂൾ, ഫോർ എക്സാമ്പിൾ MJ സ്കൂളിൽ കിട്ടിയെന്ന് കൂട്ടുക. കമ്മ്യൂണിറ്റി കോട്ടയിൽ ഇതേ കുട്ടി തന്നെ VHSC അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയുണ്ട്, മാനേജ്മെന്റ് കോട്ടയും ഉണ്ട് കേട്ടോ. മാനേജ്മെന്റ് കോട്ടയും ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ മെറിറ്റ് കോട്ടയുടെ കൂടെ തന്നെയാണ് കമ്മ്യൂണിറ്റി കോട്ട വരുന്നത്. ഈ 2 അലോട്ട്മെന്റും നടക്കുന്നത് ഒരേ സമയത്താണ്. സോ ഈ കുട്ടി വിചാരിക്കുകയാണ്, എനിക്ക് കമ്മ്യൂണിറ്റി കോട്ടയിലുള്ള MJ സ്കൂളിൽ ജോയിൻ ചെയ്താൽ മതി, ഞാൻ മെറിറ്റ് കോട്ടയിലുള്ള കൊടുവള്ളിനേക്കാൾ എനിക്കിഷ്ടം കമ്മ്യൂണിറ്റിയിൽ കിട്ടിയ MJ സ്കൂളാണ്. സോ ഈ കുട്ടി എന്ത് ചെയ്യും? തൻ്റെ കയ്യിലുള്ള അസൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് എങ്ങോട്ടേക്ക് പോകും? MJ സ്കൂളിലേക്ക് പോകും, അവിടെ അഡ്മിഷൻ എടുക്കും. പക്ഷെ ആ കുട്ടി മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാനിപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിലാണല്ലോ ജോയിൻ ചെയ്തത്, സോ എനിക്ക് ഇനി എവിടെ പോകാം? മെറിറ്റ് കോട്ടയിൽ ചെന്നിട്ട് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാലോ.
ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ ആര് വേണം? ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണം. അത് എവിടെ കൊടുത്തു? ഈ കമ്മ്യൂണിറ്റി കോട്ട കിട്ടിയ സ്കൂളിൽ കൊടുത്തു. അപ്പൊ ആ കുട്ടിക്ക് ഇനി അലോട്ട്മെന്റ് കിട്ടുമോ? അലോട്ട്മെന്റിന് അഡ്മിഷൻ കിട്ടുമോ? ഇല്ല. സോ മെറിറ്റ് കോട്ടയിൽ ആ കുട്ടി ജോയിൻ ചെയ്തിട്ടില്ല എന്ന് കാണിക്കും. മറ്റൊരു സ്കൂളിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുത്തു എന്ന് കാണിക്കും. ഈ കുട്ടിക്ക് പിന്നീട് തേർഡ് അലോട്ട്മെന്റ് വരെ കാത്തിരിക്കുകയൊന്നും വേണ്ട. ഈ കുട്ടി സ്കൂൾ തുടങ്ങുന്ന ജൂൺ 24-ാം തീയതി എവിടെ പോയി പഠിക്കണം? MJ സ്കൂളിൽ പോയി പഠിക്കണം. ഓക്കെ, ഇനി അടുത്തൊരു ഓപ്ഷൻ, മറ്റൊരു കുട്ടി എന്ന് പറയുന്നത് മെറിറ്റ് കോട്ടയിൽ കിട്ടിയിട്ടില്ല. മെറിറ്റ് കോട്ടയിൽ കിട്ടിയിട്ടില്ല, പക്ഷേ കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടി. അപ്പൊ ഈ കുട്ടി ചിന്തിക്കുകയാണ്, എനിക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടിയ സ്കൂളിൽ പോയി പഠിക്കണം. അപ്പൊ കുട്ടി എന്ത് ചെയ്തു? കമ്മ്യൂണിറ്റി കോട്ടയിൽ ചെന്ന് ജോയിൻ ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും മെറിറ്റ് കോട്ടയിൽ നിന്ന് ഈ കുട്ടിയെ പുറത്താക്കും. കാര്യം മെറിറ്റ് കോട്ടയിൽ ചെല്ലാൻ ഇനി സർട്ടിഫിക്കറ്റുകൾ കയ്യിലുണ്ടോ? ഇല്ല. ഇനി മറ്റൊരു കുട്ടി മെറിറ്റ് കോട്ടയിലും കിട്ടിയില്ല, കമ്മ്യൂണിറ്റി കോട്ടയിലും കിട്ടിയില്ല. സ്വാഭാവികമായിട്ടും അടുത്ത അലോട്ട്മെന്റ് വരെ വെയിറ്റ് ചെയ്യാം. അതിൽ യാതൊരുവിധ ചർച്ചകളും വേണ്ട. ഇനി മെറിറ്റ് കോട്ടയിൽ കിട്ടി, കമ്മ്യൂണിറ്റി കോട്ടയിലും കിട്ടി, പക്ഷെ ആ കുട്ടി പോയി ജോയിൻ ചെയ്യുന്നത് മെറിറ്റ് കോട്ടയിലാണെങ്കിൽ ആ കുട്ടിക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ പിന്നീട് ചേരാൻ കഴിയില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കോട്ടയിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? അഡ്മിഷൻ നടക്കുള്ളൂ. ആ ഒരൊറ്റ കോട്ടയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ മെറിറ്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെന്റ് കോട്ട, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട, ഈ 4 കോട്ടകളിൽ ഏതെങ്കിലും ഒരു കോട്ടയിൽ നിങ്ങൾ ഇപ്പൊ ജോയിൻ ചെയ്താൽ, പ്രത്യേകിച്ച് ഇപ്പൊ നിലവിൽ നടക്കുന്നത് മെറിറ്റും കമ്മ്യൂണിറ്റിയും ആണ്. സോ ഇതിലിപ്പോ നിങ്ങൾ മെറിറ്റിൽ ജോയിൻ ചെയ്താൽ കമ്മ്യൂണിറ്റി ക്യാൻസൽ ആകും, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മെറിറ്റ് ക്യാൻസൽ ആകും. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഈ ഒരു അലോട്ട്മെന്റിൽ നിങ്ങൾ ചേരാൻ. നിങ്ങൾക്ക് മെറിറ്റ് കോട്ടയിൽ ഇപ്പൊ കിട്ടിയിട്ടുണ്ടാകും, കമ്മ്യൂണിറ്റി കോട്ടയുടെ റിസൾട്ട് നാളെ വരും. ചിലപ്പോൾ ഇപ്പോൾ വന്നിട്ടുണ്ടാവും, എനിക്കറിയില്ല, ഞാൻ ഇതുവരെ നോക്കിയപ്പോൾ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും രാവിലെ 10 മണിനുള്ളിൽ വരും. അങ്ങനെ കമ്മ്യൂണിറ്റി കോട്ടയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലയോ എന്ന് നോക്കുക. കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറിറ്റ് കോട്ടയിൽ കിട്ടിയ സ്കൂളാണോ ഇതാണോ വേണ്ടത് എന്ന് തീരുമാനിക്കുക. ഓക്കെ, തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ട് മാത്രം 1000 വട്ടം ചിന്തിച്ചിട്ട് മാത്രമേ നിങ്ങൾ അഡ്മിഷന്റെ ഭാഗത്തേക്ക് ചിന്തിക്കാവൂ. നിങ്ങളുടെ മുമ്പിൽ 2 ദിവസമാണ് സമയമുള്ളത്. ജൂൺ 12-ാം തീയതി നാളെ രാവിലെ 10 മണി മുതൽ അടുത്ത ദിവസം ജൂൺ 13-ാം തീയതി വൈകുന്നേരം 5 മണി വരെ സമയമുണ്ട്. അതിനുള്ളിൽ കമ്മ്യൂണിറ്റി കോട്ടയുടെ റിസൾട്ട് വരും. അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ട റിസൾട്ട് വെച്ചിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുക, ഏത് കോട്ടയിലൂടെ ഞാൻ മുന്നോട്ടേക്ക് പോകണം. ഓക്കെ, കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് പിന്നെ ടെമ്പററി അഡ്മിഷൻ എന്നൊരു പരിപാടി ഇല്ല കേട്ടോ. ഓക്കെ, അവിടെ ഒക്കെ പെർമനന്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ബാച്ചിൽ ജോയിൻ ചെയ്യാനോ MS സൊല്യൂഷൻസിന്റെ ഷുവർ A+ ബുക്ക് വാങ്ങാനോ താല്പര്യമുണ്ടെങ്കിൽ, സയൻസ് സ്റ്റുഡന്റ് ആണെങ്കിൽ താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ വാട്സപ്പ് ചെയ്യാൻ മറക്കല്ലേ. 7012670055 എന്ന് പറയുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. സോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.